എന്റെ അഭിപ്രായത്തില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കിട്ടണമെന്നാണ് എന്തായാലും മീൻസ് തെറ്റ് ചെയ്യുന്നത് ആണും പെണ്ണും ചെയ്യുന്നുണ്ട്. എല്ലാ തെറ്റും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ഈ എന്താ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളെ കണക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാനൊരു നോർമൽ സ്ത്രീയാണ്, ഞാനൊരു പ്രൊഫഷണലി ഡാൻസറാണ്. അപ്പൊ എനിക്കൊരു മകളാണുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനിങ്ങനെ അവൾ എന്നോട്, എന്റെ മോൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാം, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അത് ചോദിച്ചു തുടങ്ങി. അപ്പൊ എന്റെ ഒരു ക്യൂരിയോസിറ്റി ആണിത്. മീൻസ് അന്നേരം അവര് കാണിക്കുന്നത് ആരാണോ പീഡിപ്പിച്ചത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക, പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. ഒരു കാര്യം പറയട്ടെ, 10 പ്രാവശ്യവും അവര് സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് കേസ് കൊടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നത്തിന് എന്തോ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. അല്ല ഇവിടെ കാരണം കൊണ്ട് പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു എന്ന്. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നത്, ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴേ ഞാൻ കള്ള കേസാ കൊടുത്തെന്ന് അറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര ട്രോമ തിരിച്ചറിയാൻ പറ്റും എനിക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ജെനുവിൻ കേസാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് ഞാൻ പറയുന്നില്ല, ഞാൻ പറയട്ടെ സുഹൃത്തെ, ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഒരു ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും, ഞാൻ കള്ളക്കേസിനെ കുറിച്ചല്ല പറഞ്ഞത്, ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും ആ സ്ത്രീയുടെ പേര് പോലും പറയാൻ പറ്റില്ല. അവിടെ വെറും കുറ്റാരോപിതരെന്ന് പറയുന്ന ആൾക്കാർ സുപ്രീം കോടതി വരെ കറങ്ങി നടക്കുന്ന അനുഭവങ്ങള്, അതാരാണ് എന്താണെന്ന് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അവരുടെ പുതിയ പുതിയ പ്രൊജക്ടുകള് വരുന്ന കഥകൾ അറിയാൻ പാടില്ലേ? ജെനുവിൻ കേസിൽ നടക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീകളുടെ കൂടെ പ്രമാദമായ പല കേസുകളും എടുത്തു നോക്കുക. ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല, പക്ഷെ പല കേസുകളും പലവരും കൂളായിട്ട് വിട്ടുപോകുമ്പോ ആ കുറ്റം നടന്നിട്ടുണ്ട്, പക്ഷെ ആളാരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ആളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന കേസുകളിൽ ഈ സ്ത്രീക്ക് പുറത്തു വരാതിരിക്കാൻ പല ആരോപിതരായ ആൾക്കാർ വളരെ കൂളായിട്ട് നടന്നു. ആരോപിതരായ ആൾക്കാർ വളരെ കൂളായി നടക്കുന്നുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ വളരെ കൂളായി നടക്കുന്ന സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ അവരെ വെച്ചുപയോഗിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നിയ ഇതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം, അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിയുന്നവരെ കാണിക്കാൻ പാടില്ല, വിക്ടിം അല്ലെങ്കിൽ പ്രതി, അങ്ങനെ പറയാൻ പാടില്ല. അതായത് ഇപ്പൊ മാഡം പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പീഡന കേസിൽ വരുന്ന പുരുഷന്റെ ഫോട്ടോ വരുന്നുണ്ട്, അതേസമയം സ്ത്രീയുടെ അതേപോലെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് വിഷയം പറഞ്ഞത്. അതേസമയം ഈ സ്ത്രീയുടെ ഫോട്ടോയും കൂടെ വരുമെന്ന് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീ പരാതി കൊടുക്കാനായിട്ട് ഇവിടെ മുന്നോട്ട് വരുമോ? ഒറ്റ ഒരാൾ വരത്തില്ല. കാരണം നമ്മളൊരു മര്യാദ അല്ലെങ്കിൽ ഇതിനകത്തൊരു മാന്യത കാണിക്കണം. അല്ലാതെ ഒരു പരാതിയുമായി പോകുന്ന 18 വയസ്സുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ പിറ്റേ ദിവസം ചാനലിൽ വരാൻ തുടങ്ങുകയാണെങ്കിൽ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന എത്ര പെൺകുട്ടികൾ മുന്നോട്ട് വരും? ആരും വരില്ല. നിയമം പരിരക്ഷ കൊടുത്തിരിക്കുന്ന സ്ത്രീകൾക്കാണ്, അല്ലാതെ മൊത്തത്തിൽ ആ കാര്യത്തിൽ ആണുങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിരക്ഷ ഇല്ല. നിയമം അറിയാത്തവരല്ല പാർലമെന്റിൽ ഇരുന്നത് പാസ്സാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്തെ നിയമം നിലനില്ലേ? ഈ രാജ്യത്ത് വിട്ട ആളുകള് പോയിരുന്ന് നിയമം പഠിച്ച ആളുകൾ നിയമം പാസ്സാക്കി വിട്ടിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് പരിരക്ഷ കിട്ടിയേ വെക്കുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.